എന്തിനാ കഥ കടയ്ക്കുന്നേ? അതെ, ഹോട്ടലല്ലേ, വരുന്നവരും പോകുന്നവരും ഒക്കെ നോക്കിക്കൊണ്ടു പോവും. പ്രത്യേകിച്ചും ഒരു പെണ്ണിരിക്കുന്ന കണ്ട. കളക്ഷൻ ഇടാ. എന്താടോ 12 രൂപയോ? ഇതുകൊണ്ട് എന്റെ സ്കൂട്ടറിന് പെട്രോൾ അടിക്കാൻ പോലും തികയില്ലല്ലോ. എന്താ എന്റെ ഉദ്ദേശം? തന്നെ കൊണ്ട് പറ്റില്ലേ പറ, ഞാൻ ചെയ്തോളാം. എനിക്ക് നല്ല സുന്ദരമായിട്ട് തണ്ടാ അറിയാം. വൈകുന്നേരം നമ്മളേക്കും കളക്ഷൻ കൂടും. ശരി ശരി, നല്ലപോലെ അധ്വാനിക്കണം. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാ ഞാൻ ഈ സ്കൂട്ടർ വാങ്ങിയത്. ഇടോ, നടന്നു വരുമ്പോഴും സൈക്കിളിൽ വരുമ്പോഴും സ്കൂട്ടറിൽ വരുമ്പോഴും എല്ലാം ഒരേ കണക്കിലാണല്ലോ താൻ കളക്ഷൻ തരുന്നത്. വെറുതെ വീണ്ടും എന്നെ തെണ്ടി ആക്കരുത്. നീ മറ്റുള്ളവന്മാരൊക്കെ നോക്കിയിട്ട് വരാം. വിളിക്കടോ, കൈ അതിനകത്തോട്ട് ഇട്ടിട്ട് വിളി. ഇടാ മുതലാളി. അയ്യോ, കാറപകടത്തിലൊടിഞ്ഞ കയ്യാണ്. കൈയുള്ളവരെ ഈ കൈയില്ലാത്തവരെ അയ്യോ. ചിത്ര തിയേറ്ററിൽ ഒരു പടം ഓടുന്നുണ്ട്, ഗംഭീര പടവാ. ഞാൻ 2-3 പ്രാവശ്യം കണ്ടതാ. എത്ര കണ്ടാലും മതിയാവില്ല. പറഞ്ഞില്ലല്ലോ മുതലാളി. ആര് പറഞ്ഞാ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നാൻ? മുതലാളി, രണ്ടുപേരും ഒരുമിച്ചിരുന്നാലേ കളക്ഷൻ കൂടും. ആഹാ, എടോ, തെണ്ടുന്നതിനെ കുറിച്ച് താൻ കൂടുതലൊന്നും എന്നോട് പറയരുത്. എവിടെ ഇരുന്ന് എങ്ങനെ തന്റെ ആ കളക്ഷൻ കൂടുമെന്ന് എനിക്കറിയാം. തന്നെ പഠിപ്പിക്കരുത്. നീ ആശുപത്രിക്ക് പോ, കളക്ഷൻ ഇട്. വെക്കോ. നിന്റെ കളക്ഷൻ എവിടെ? കാല് മാറ്റടേ. ഫിൽറ്റർ വിൽസ്. എടോ, 50 പേരെ വെച്ച് തെണ്ടിപ്പിക്കുന്ന ഞാൻ വലിക്കുന്ന ചാർമിനാർ. 50 പേരിൽ ഒരു തെണ്ടിയായ താൻ വലിക്കുന്ന ഫിൽറ്റർ വിൽസ്. ഇതിന്റെ വില 3.5 രൂപ തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. എന്താ ശ്രദ്ധിച്ചിരിക്കുന്നത്? എന്നെ ഓർത്തിട്ട് തന്നെ. കാര്യം പറയൂ. ഗോപിയേട്ടന്റെ സാറിന്റെ കവിത ഞാൻ ഓർത്തുപോയി. ഒരു തിര, പിന്നെയും തിര. ഓർത്തു നോക്കുമ്പോൾ അത് കടലിനേക്കാൾ ഉപരി എന്റെ ജീവിതവുമായി ചേരുന്നു. ചിരി വന്നുപോയി. എന്താ പങ്കമുള്ളത്? സാർ, എനിക്കൊരു കുഞ്ഞു പറഞ്ഞു. ഓ, കൺഗ്രാറ്റുലേഷൻസ്. പണ്ടൊക്കെ ലഡ്ഡു, ജിലേബി, മൈസൂർ പാകൊക്കെ കൊടുക്കുമായിരുന്നു. ഇത് 4ാമത്തേതാ. ഇപ്പൊ ഒരു ചിട്ടയാക്കി ചുരുക്കി. ആൺകുട്ടിയാ. സാറ് തന്നെ ഒരു പേര് പറഞ്ഞു തരണം. രാജൻ നിന്നാ നല്ലത്. വേണ്ട, രവി. രാജൻ, രാജൻ നിട്ടാ മതി. കല്യാണം കഴിഞ്ഞില്ല, അതിനു മുമ്പ് കുഞ്ഞിന്റെ പേരിനെ ചൊല്ലി നമ്മൾ തർക്കം തുടങ്ങി. പങ്കമുള്ള ഒരു കാര്യം ചെയ്യും. രാജനെന്നോ രവിയെന്നോ ഏതെങ്കിലും ഒരു പേരിട്ടോളൂ. രണ്ടും നല്ല പേര്. ശരി. ഒന്നും മറന്നില്ലല്ലേ? അയ്യോ, കാലയേട്ടാ, ഒടിഞ്ഞ കാലം നാട്ടരെ വല്ലതും തരണേ. ഓ, ഒടിഞ്ഞ കാലാണ്, വല്ലതും തരണട്ടോ നാട്ടരെ. ഒടിഞ്ഞ കാലം നാട്ടരെ, വല്ലതും തരണേ. ഈ കാല് വെച്ചിട്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. കളക്ഷൻ എടുക്കണേ. 21 രൂപയോ? ഞാൻ കാറ് വാങ്ങിച്ചിട്ട് എന്ത് കാര്യം? നിന്റെ കളക്ഷൻ ഇപ്പോഴും പഴയ സൈക്കിളിന്റെ ലെവലിൽ തന്നെയല്ലോ. ദിവസവും ഇങ്ങനെ 20-30 തന്നാൽ എങ്ങനാ? കാറിന് പെട്രോൾ അടിക്കണ്ടേ?
ശമ്പളക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? നിന്നോട് എത്ര പ്രാവശ്യം പറയണം? നിന്നെ കൊണ്ട് പറ്റിയില്ലേ പറ. ഇവിടെ നൂറ്റുകണക്കിന് ആളുകളാണ് ദിവസവും വരുന്നത്. BA-യും MA-യും വരെ പഠിച്ചവർ. അവരൊക്കെ ആവുമ്പം ഇംഗ്ലീഷിൽ തെണ്ടി തരികെങ്കിലും ചെയ്യും. അതുകൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട്. ഇത്രയും കിട്ടുന്ന ചങ്ക് പൊട്ടിയിരുന്നു മുതലാളി. മിസ്റ്റർ രാജൻ, യവനെ ഇവിടെ വേണ്ട. യവനെ ബസ് സ്റ്റാൻഡിലോട്ട് മാറ്റണം. ബസ് സ്റ്റാൻഡിലുള്ളവനെ റെയിൽവേ സ്റ്റേഷനിൽ, സ്റ്റേഷനിലുള്ളവനെ ബീച്ചിലോട്ട്, എല്ലാത്തിനെയും ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. എങ്കിലേ യവന്മാരൊക്കെ പഠിക്കൂ. കമാ. മിസ്റ്റർ രാജൻ സർ, ആ BA-ക്കാർ രണ്ടുപേരും വന്നിട്ടില്ലേ? അവരെ നാളെ വേഷം മാറ്റി എയർപോർട്ടിലോട്ട് അയക്കൂ. യെസ് സർ. കയറൂ. സൗകര്യമില്ലെന്ന് പറഞ്ഞില്ലേ? ലത എന്നെ ശല്യം ചെയ്യരുത് ഞാൻ പറഞ്ഞില്ലേ? എന്നെ കാണുകയും സംസാരിക്കുകയും ഒന്നും വേണ്ട. ഇനി എന്നെ വിളിക്കരുത്. ശല്യം. എന്താ ഗേൾഫ്രണ്ടുമായി പിണങ്ങിയോ? പിണങ്ങി. അതിന് നിനക്കെന്ത് വേണം? ലതയോടുള്ള പിണക്കം എന്നോട് വേണോ? സുധേ, ഞാനിവിടെ ഇല്ല, നമ്മളോട് പറ. ഇവിടെ ഇല്ല. എങ്ങോട്ട് പോയും ചോദിക്കുന്നു. പുറത്ത് പോയതാണെന്ന് പറയൂ. പുറത്തു പോയി. എപ്പോൾ തിരിച്ചു വരുമെന്ന്? തിരിച്ചു വരില്ലെന്ന് പറ. തീർച്ചയറിഞ്ഞൂടാ. ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു. ഭാര്യയാണെന്ന് പറഞ്ഞേക്കൂ. ഞാൻ പഴയ വേലക്കാരി തന്നെയാണ്. അദ്ദേഹത്തോട് എന്നെ ഒന്ന് കാണാൻ പറയണം. എന്നെ ഒന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും കാണേണ്ടി വരില്ലെന്ന് പറഞ്ഞേക്കൂ. കരയണ്ട കുട്ടി. ലത എവിടെ ഉണ്ടാവുമെന്ന് പറയൂ. അദ്ദേഹം അവിടെ വരും. ശരി, അവിടെ ഇരിക്കൂ. ഉടൻ തന്നെ വരും. ലതയല്ലേ? അതെ. എന്നെ അറിയുമോ? അന്ന് ബീച്ചിൽ വെച്ച് ലതയെ മോഹൻ എനിക്ക് പരിചയപ്പെടുത്തി. ഇപ്പൊ ഓർക്കുന്നു. ഇവിടെ ഞാൻ ലതയെ കാണാൻ തന്നെ വന്നതാണ്. അല്പം മുമ്പ് ലത ഫോണിൽ സംസാരിച്ച എന്റെ കൂടെയാണ്. വേലക്കാരി എന്ന് പറഞ്ഞത്? അതെ, അത് ഞാൻ തന്നെയാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഒരു കണക്കിൽ നമ്മളെല്ലാവരും വേലക്കാരികൾ തന്നെയല്ലേ? അത്യാവശ്യമായി മോഹനെ കാണണമെന്ന് പറഞ്ഞല്ലോ. എന്താ കാര്യം? എന്നോട് തുറന്നു പറയാം. ലതയെപ്പറ്റി മോഹൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ കുട്ടി? പറയൂ, പറയൂ. ചേച്ചി, മോഹൻ എന്നെ വിവാഹം ചെയ്യാമെന്ന് വാക്ക് തന്നു. ഇപ്പൊ എന്നെ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. ഞാൻ ഗർഭിണിയാണ് ചേച്ചി. ചേച്ചി, മോഹനോട് പറയണം എന്നെ വിവാഹം കഴിക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ചേച്ചി. ആത്മഹത്യ ഒരു പരിഹാര മാർഗമല്ല ലതേ. ഞാൻ പിന്നെ എന്ത് ചെയ്യും? എന്റെ ചേട്ടൻ അറിഞ്ഞാൽ ചേട്ടനത് സഹിക്കാനാവില്ല ചേച്ചി. ലതയുടെ ചേട്ടൻ എവിടെയാണ്? ഇവിടെ തന്നെയുണ്ട്. മേനോൻ ആൻഡ് സൺസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്, ഗോപിനാഥ്. ചേച്ചിക്ക് എന്റെ ചേട്ടനെ അറിയാമോ? ഇല്ല, ഇല്ല.
ചേച്ചി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ലത വിഷമിക്കണ്ട, സമാധാനമായി പൊയ്ക്കോളൂ. ധൈര്യമായി പൊയ്ക്കോളൂ. എന്റെ ജീവൻ കൊടുത്താണെങ്കിൽ പോലും ഞാൻ നിന്നെ സഹായിക്കാം. പൊയ്ക്കോളൂ. ഇത് ശങ്കന്റേത്. ആ കൊള്ളാം. ഇത് നാണുന്റേത്. ഇതെന്താ 32 രൂപയായി പോയത്? ഉത്സവ സ്ഥലത്ത് നിന്നാലും അവന് ഇത്രേ കിട്ടുള്ളോ? അവിടെ വേറെയും തെണ്ടികൾ ഉണ്ടായിരുന്നു സാർ. ഞാൻ പോയി നോക്കിയതാ. അതാരാ പുതിയ തെണ്ടികൾ? ഞാനറിയാത്ത തെണ്ടികളോ? എടോ, അത് ഉത്സവ കമ്മിറ്റിക്കാരാ. എനിക്ക് തെറ്റിപ്പോയതാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ കാശൊക്കെ ബാങ്കിൽ കൊണ്ടുപോയി ഇടണം. ആ പാസ്ബുക്ക് വരവ് വയ്ക്കാൻ മറക്കരുത്. ആ എന്തൊരു ചൂട്! ഈ എ സിക്ക് തീരെ തണുപ്പ് പോരാ. നാളെ പുതിയ ഒരെണ്ണം ഇവിടെ ഫിറ്റ് ചെയ്യണം. യെസ് സാർ. മിസ്റ്റർ അറുമുഖം സാർ, കോട്ടയത്തു നിന്ന് എറണാകുളത്ത് ഡ്രാഫ്റ്റ് വന്നോ? വന്നു സാർ. എത്രയുണ്ട്? 500 300. 500 300? അതെ സാർ. എറണാകുളത്തേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഇന്ന് തന്നെ ബുക്ക് ചെയ്യണം. 50 പേരെ ഇവിടെ തെണ്ടിയിട്ട് എന്താ കളക്ഷൻ കുറവ്? ഒന്ന് പോയി നോക്കണമല്ലോ. ആ അറുമുഖം പൊയ്ക്കോളൂ. ആ പിന്നെ പത്തനംതിട്ട ജില്ലയാക്കാൻ പോവാണ്. കോട്ടയത്ത് നിന്നും 25 നല്ല തെണ്ടികളെ അങ്ങോട്ട് അയക്കണം. മറക്കരുത്. സൂപ്പർവിഷന് ഞാൻ ശാന്തനെ അയക്കാം. ചേട്ടാ, ചേട്ടൻ ലതയെ നശിപ്പിച്ചു അല്ലേ? നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. ഇടപെടും. ഇതെന്റെയും കൂടെ കാര്യമാണ്. സുധേ, ഞാൻ ചേട്ടന്റെ ഭാര്യയാണ്. ഞാനിരിക്കുമ്പോൾ ചേട്ടനൊരു പാവം പെണ്ണിനെ ഗർഭിണിയാക്കി. എന്നിട്ട് ഞാൻ മിണ്ടാതിരിക്കുമെന്ന് കരുതിയോ? എന്റെ ക്ഷമയ്ക്ക് ഒരാളുണ്ട്. ഒച്ച വെക്കണ്ട. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനെ ഞാനാണ് കാണിച്ചതെങ്കിൽ മറ്റൊരാളുടെ ഗർഭം ധരിക്കാൻ എനിക്കും കഴിയുമല്ലോ. എങ്കിൽ നിന്നെ ഞാൻ കഴുത്ത് ഞെരിച്ച് കൊല്ലും. കൊല്ലും. കൊല്ലണം. പക്ഷേ ശവത്തിനെ കൊല്ലാനാകുമോ? വിവാഹത്തിന്റെ അർദ്ധരാത്രിയിൽ തന്നെ ചേട്ടൻ എന്നെ കൊന്നു കഴിഞ്ഞല്ലോ. ഇപ്പൊ ചേട്ടന്റെ മുന്നിൽ നിൽക്കുന്നത് ശവമല്ലേ? വെറും ഒരു ശവം.